ടേസ്റ്റ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓണക്കാലമായല്ലോ, നമ്മുടെ ഓണസദ്യയ്ക്ക് ഉള്ള ഓരോ വിഭവങ്ങൾ നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് നമുക്ക് ഒരു കൂട്ടുകറി വെച്ചാലോ? സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത നമ്മുടെ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കൂട്ടുകറി വെക്കാവേ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ അയക്കണേ. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തലേദിവസം കുതിർത്ത് വെച്ച കടലയാണിത്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കടലയായതുകൊണ്ട് തന്നെ നല്ല വേവുണ്ട്. നമുക്കതൊരു 2-3 വിസിൽ വന്ന് കഴിയുമ്പോൾ തീയൊക്കെ കുറച്ച് വെച്ച് ഒരു 15 മിനിറ്റോളം വേവിക്കണേ. എങ്കിലും നമ്മുടെ കടല നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഞാനൊരു 3 വാഴയ്ക്കായും ഒരു കഷ്ണം ചേനയും എടുത്തിട്ടുണ്ട്. ചേന ഒരു 250 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് രണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് സ്ക്വയറാക്കി അരിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ഒരു നുള്ളു ജീരകവും മഞ്ഞൾപ്പൊടിയും 3-4 വറ്റൽമുളകും 3-4 ചുമന്നുള്ളിയും 2 വെളുത്തുള്ളിയും ഒക്കെ എടുക്കാവേ. നമ്മൾ മുളക് പൊടി അരച്ചാലും മതി, അല്ലെങ്കിൽ വറ്റൽമുളകാണ് കൂടുതൽ ടേസ്റ്റ്. നമുക്കിങ്ങനെ കരുകരപ്പായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവേ. അപ്പോഴത്തേക്ക് നമ്മുടെ കടല വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്തു. ഈ കടല നമുക്ക് അതിലേക്ക് നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന കായും ചേനയൊക്കെ ഇട്ട് കൊടുക്കാവേ. ഈ കായും ചേനയൊക്കെ ഇട്ട് കൊടുക്കുമ്പം കടലയ്ക്കകത്ത് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കായ്ക്കകത്തും കായും കടലയൊക്കെ വേകുമ്പോൾ ഉപ്പിട്ട് വെന്താൽ അതിനുള്ളിലേക്ക് അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങിക്കോളുമല്ലോ. ഇനി ഒരിച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒരു വിസിലടിക്കാൻ വേണ്ടി വെച്ചേക്കാം. പിന്നെ നമ്മളൊരു ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ നമ്മളൊരു അരമുറിച്ചോളം തേങ്ങ എടുത്ത് ചിരകിയതുണ്ട്. അതെടുത്തിട്ട് ഇട്ട് കുറച്ച് നല്ല വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ല ക്രിസ്പി ആയിട്ട് കരികരാന്ന് വറുത്തെടുക്കണം. ചൂട്ടി പിടിച്ചു പോകുകയൊന്നും ചെയ്യരുത്. ഡ്രൈ ആയിട്ട് വറുക്കുമ്പോൾ ഇച്ചിരി എന്തായാലും എണ്ണ ചേർത്ത് വറുക്കണം. എണ്ണയിൽ കിടന്ന് മൂത്ത തേങ്ങാപ്പീരൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കുക്കറിലൊരു വിസിലും കൂടി അടിച്ചു. നമ്മുടെ കായും കടലയും ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനകത്ത് അല്പം വെള്ളമുണ്ട് കേട്ടോ. പിന്നെ ഡ്രൈ ആയിട്ട് നമ്മൾ വാങ്ങിയാൽ നമ്മൾ വെക്കുന്ന കറി ഡ്രൈ ആയിട്ട് സെറ്റാക്കി വെച്ചാൽ നമ്മൾ കൂട്ടാനെടുക്കുമ്പോൾ ഭയങ്കര പുട്ട് പോലെ ഇരിക്കും. ഇച്ചിരി മീഡിയം ജ്യൂസിൽ വേണം കറിയാക്കി വെക്കാനേ. നമ്മുടെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പോടെ ഇട്ട് കൊടുത്തു. ഒന്ന് ചെറിയ തിള വന്നു. അധികം സമയം തിളയ്ക്കാൻ ഒന്നും വേണ്ട. ഇനി അരപ്പൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ കൂടി അതിലേക്ക് ചേർത്ത് മിക്സാക്കി കൊടുക്കാവേ. ഈ തേങ്ങ ഇടുന്ന കേട്ടോ ഈ കൂട്ടുകറിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ ഓരോ സ്പൂണിലും കറി എടുത്ത് കഴിക്കുമ്പോൾ ഈ തേങ്ങാപ്പീരയും എല്ലാം കൂടി കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര രുചിയാണ്. ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല, അതോരിങ്ങനെ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മളൊരു ചീനച്ചട്ടി ചൂടായി വന്നപ്പം ആവശ്യത്തിന് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനകത്ത് കടുക് ഇട്ട് പൊട്ടി വന്നപ്പം കുറച്ച് ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കനം കുറച്ച്, അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ 2 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ നടുവേ മുറിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കരിയാപ്പില കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഈ വറ്റൽമുളകൊക്കെ ഓപ്ഷണലാവട്ടെ, പക്ഷേ അതാണ് ഏറ്റവും ടേസ്റ്റ്. അതിനൊക്കെ ഒരു മണം പ്രത്യേകമാണ്. ഈ കറിക്കകത്തേക്ക് ഈ താളിപ്പും കൂടെ ഒഴിച്ചപ്പം കറിക്ക് പ്രത്യേക ഒരു മണവും സ്വാദും ഒക്കെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസിയാണ്. കടലയൊന്നും വേണ്ട താമസമുള്ളൂ. പിന്നെ കുറച്ച് തേങ്ങയും വറുത്തെടുക്കണം. ബാക്കി നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. താങ്ക് യു.